റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമമനുസരിച്ച് ഇംഗ്ലണ്ടിലെ മാതാപിതാക്കൾ സ്കൂൾ യൂണിഫോമിലെ ബ്രാൻഡഡ് ഇനങ്ങൾ കുറച്ചു മാത്രമേ വാങ്ങേണ്ടതുള്ളൂ. ഇത് അവരുടെ പണം ലാഭിക്കുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സെപ്റ്റംബർ മുതൽ യൂണിഫോമുകളിൽ സ്കൂൾ ലോഗോയുള്ള 3 ഇനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഉദാഹരണത്തിന് ബ്ലേസർ, ജമ്പർ അല്ലെങ്കിൽ സ്പോർട്സ് വെയർ, സെക്കൻഡറി സ്കൂളുകൾക്ക് ഒരു ടൈം. ഈ ഇനങ്ങൾ പരമാവധി കുറയ്ക്കണമെന്ന് സ്കൂളുകളോട് ഇതിനകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് പലതും ഇതിനകം തന്നെ നിയമങ്ങളുടെ പരിധിക്കുള്ളിലാണ്. എന്നാൽ നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും 4 സ്കൂളുകൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഈ മാറ്റങ്ങൾ ചില കുടുംബങ്ങൾക്ക് ഒരു കുട്ടിക്ക് 50 പൗണ്ട് വരെ ലാഭിക്കുമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ ഈ വർഷത്തെ യൂണിഫോമുകളുടെ ആവശ്യകതയിൽ ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നുണ്ടെന്ന് സ്കൂൾ വസ്ത്ര വിതരണക്കാർ പറയുന്നു. മാഞ്ചസ്റ്ററിലെ കോ ഓപ്പ് അക്കാദമി ബെല്ലേവ്യൂ നിർബന്ധിത ബ്രാൻഡഡ് ഇനങ്ങളുടെ എണ്ണം 7 നിന്ന് 3 കുറയ്ക്കാനും ഒരു ടൈ കൂടി ചേർക്കാനും പദ്ധതിയിടുന്നു. കഴിഞ്ഞ വർഷം യൂണിഫോമിന്റെ ബ്രാൻഡഡ് പാർട്സുകളുടെ ശരാശരി വില ഒരു പിനാഫോ സഹിതം പൗണ്ട് 101.94 ഒരു പിൻ ക്യാപ്പ് ഇല്ലാതെ പൗണ്ട് 83.95 എന്ന് കണക്കാക്കുന്നു. എന്നാൽ ഈ വർഷം കുടുംബങ്ങൾക്ക് ശരാശരി പൗണ്ട് 53.97 ചിലവാകുമെന്ന് കണക്കാക്കുന്നു. അടുത്ത വർഷം സ്കൂൾ പുതിയൊരു വിതരണക്കാരിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ കുറയുമെന്നാണ് പറയുന്നതെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.